അങ്ങനെ ഒരു രാമായണ മാസം കൂടി ആരംഭിച്ചു. രാമായണ മാസം തുടങ്ങുമ്പോൾ പതിവ് പോലെ ഈ കമ്മ്യൂണിസ്റ്റുകളും കഴിഞ്ഞ വർഷം മുതൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും രാമായണത്തിനെതിരെ വല്ലാതെ ഒരു കാമ്പയിൻ നടന്നുണ്ട്. രാമൻ ഈ പറയുന്ന പോലെ ഒരു മാതൃകാ പുരുഷനാണ്. രാമൻ ഒരുപാട് അന്യായം ചെയ്തിട്ടുണ്ട്. സീതയെ കാട്ടിക്കളഞ്ഞു, ബാലിയെ ചതിച്ചു കൊന്നു, ശംഭുവിനെ വധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാമ്പയിൻ ദളിതർ രാമായണം വായിക്കാൻ പാടില്ല. ഇങ്ങനെ രാമായണവും രാമനും എന്തോ വലിയ കുഴപ്പം പിടിച്ച സംഗതികളാണ് എന്നുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു സാമാന്യ രാമായണം വായിക്കുന്ന, രാമനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന് പലപ്പോഴും മറുപടി പറയാനും പറ്റുന്നില്ല. അപ്പോൾ രാമായണത്തിൻ്റെ ഇത്തരം ചില കാര്യങ്ങളൊന്നും നമുക്ക് സംസാരിച്ചു പോകാം. സാറ് പറയുന്നത് കേൾക്കാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വലിയ താല്പര്യമുണ്ട്. അല്ല, എന്തായാലും ഈ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ രാമായണം മനുഷ്യ കഥാനുഗാനം എന്ന് പറയുന്ന പുസ്തകം തന്നെ എഴുതി പ്രസിദ്ധീകരിച്ചേക്കണം. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ ഒരു കാര്യം, ദളിതർ വായിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ ഇന്ന പുസ്തകം വായിക്കരുത് എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വായിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കെ ആ വ്യക്തിയുടെ അവകാശത്തിൽ ഉള്ള കൈകടത്തലാണത്. അത് ചെയ്യാൻ പാടില്ല. കാരണം എൻ്റെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ തടസ്സപ്പെടുത്തുക. അതെ, അത് ലീഗൽ ഇഷ്യൂ ആണ്. ലീഗൽ ഇഷ്യൂ, രാമനോ രാമായണമോ ലീഗൽ ഇഷ്യൂ. അത് ചെയ്യാൻ പാടില്ല. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരോട് ആരാ പറഞ്ഞാൽ ദളിതർ രാമായണം വായിച്ചിട്ടില്ല? അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇവരോട് ആരാ പറഞ്ഞാൽ? എൻ്റെ നാട്ടിൽ മുളകുകാട് പൊന്നാരിമംഗലത്ത് ഞാൻ താമസിച്ചിരുന്ന എൻ്റെ കുറച്ച് വീടിന് ഒരു 100-300 മീറ്ററിന് അപ്പുറത്താണ് കള്ള് ഷാപ്പുള്ളത്. നാട്ടിൻപുറത്ത് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കള്ള് ഷാപ്പ്. സാംസ്കാരിക കേന്ദ്രമാണ്. പിന്നെ അത് കള്ള് ഷാപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. ആളുകളെല്ലാം ഒത്തുകൂടുന്നൊരു കാര്യമാണ്. അവരെല്ലാം മദ്യപാനികളോ ഡ്രങ്കാർഡ്സോ അല്ല. അവർ പണിയല്ല. അവിടെ നിന്ന് അവർ ഒരു കുപ്പി 2 കുപ്പി കള്ളേ കടിക്കുള്ളൂ. അല്ലാണ്ട് അവിടെ ഇരുന്ന് കുടിച്ച് പോകുന്നവരല്ല. അങ്ങനെ അവിടെ നിന്ന് സ്ഥിരമായിട്ട് കള്ള് കുടിച്ച് പോകുന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കർഷക തൊഴിലാളിയായിരുന്നു. അദ്ദേഹം പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 7 മണിയെങ്കിലാവും. 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ 8-8:30 ആകുമ്പോഴാണ് ഷാപ്പിൽ നിന്ന് ഇറങ്ങുന്നത്. ആ ഇറങ്ങിപ്പോകുന്നത് രാമായണം പാടിക്കൊണ്ടാണ്. നല്ല ഈണത്തിൽ അദ്ദേഹം രാമായണം പാടിയിട്ടാണ് വീട്ടിലെത്തുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അന്ന് ആ പേരിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ജാതിപ്പേര് കൂടി പറഞ്ഞുകൊണ്ടാണ് അക്കാലത്ത് ഇത് അഭിസംബോധന. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ഇത് കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ പുതിയ ഈ ദളിതർ വായിക്കണ്ടെങ്കിൽ വായിക്കണ്ട. അവർ വായിക്കേണ്ടത് അവർ ഇസ്ലാമിസ്റ്റുകളോട് ചേർന്നിട്ട് ഖുർആൻ വായിക്കട്ടെ. അതിനകത്താകുമ്പോൾ എല്ലാം ഉണ്ടല്ലോ. ഇവർ പറയുന്ന സ്വാതന്ത്ര്യമൊക്കെ അതിനകത്തുണ്ട്. ഇവർ പറയുന്ന മതേതരത്വം അതിനകത്തുണ്ട്. ഇവർ പറയുന്ന സെക്കുലർ സോഷ്യലിസവും അതിനകത്തുണ്ട്. അപ്പോൾ അവരത് വായിച്ചോട്ടെ. അതെ, ഞാൻ കേട്ടിട്ടുള്ളൂ ഈ ശബരി കടിച്ച പഴം ഭുജിച്ച ആളാണ് ശ്രീരാമചന്ദ്രൻ. അല്ലെന്ന് അത് പോയിക്കോട്ടെ. അതിൻ്റെ ഒരു സംഗതിയിലേക്കല്ല. ഞാൻ വേറൊരു കാര്യം പറയാം. ഇവർക്ക് മനസ്സിലാകുന്നൊരു കാര്യം, പ്രൊസീജിയറല്ലോ സുനിക്കറിയാമല്ലോ. അതെ, ഏറ്റവും പരമപ്രധാനമാണ് ഒരു ഭരണ സംവിധാനത്തിൽ അതിൻ്റെ സുതാര്യത നിലനിർത്താനും അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി നിലനിർത്താനും ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് പ്രൊസീജിയറല്ലോ. പ്രോട്ടോക്കോൾ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. ഏറ്റവും മനോഹരമായിട്ട് പ്രൊസീജിയർ ലോ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു ഗ്രന്ഥവും കൂടിയാണ് രാമായണം. അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറയപ്പെട്ടുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദശരഥൻ ഒരു ദിവസം വന്നിട്ട് രാമനെ പിടിച്ച് രാജാവാക്കിയെന്നല്ലേ? അങ്ങനെയല്ല. രാജാവാക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് ആരോഗ്യ പ്രശ്നം പറയണം ഇയാൾക്ക്. അപ്പോൾ ദശരഥൻ ആദ്യം കൺസൾട്ട് ചെയ്യുന്നത് വസിഷ്ഠനോടാണ്. വസിഷ്ഠനാണ് ഗുരു. വസിഷ്ഠനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പഴയ രീതിയിൽ ഭരണത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ ഭരണഭാരം മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കണം. അങ്ങയുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ പറഞ്ഞ്, ഇതിങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങ് അതിനകത്ത് നീ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പകരം ആരെങ്കിലും ഏൽപ്പിക്കണം. എൻ്റെ മനസ്സിൽ വരുന്നത് എൻ്റെ മൂത്ത മകനായ രാമനാണ്. അപ്പോൾ ദായക്രമം അനുസരിച്ച് മാത്രമല്ല,
അയാളുടെ സ്വഭാവ മഹിമ കൊണ്ടും അയാൾ രാജാവാകാൻ യോഗ്യനാണ്. അങ്ങയുടെ എന്താ അഭിപ്രായം? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഏറ്റവും നല്ല തീരുമാനമാണ്, അതങ്ങനെ തന്നെ വേണം. അത് കഴിഞ്ഞിട്ട് ചെയ്തത് എന്താണെന്ന് അറിയാമോ? അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ 7 ഗുരുക്കന്മാരുണ്ട് വസിഷ്ഠൻ്റെ കൂടെ ഇദ്ദേഹത്തിന് ഉപദേശം കൊടുക്കാനായിട്ട്. അവരെ ഓരോരുത്തരെയും വിളിച്ചത് ഇത് പറയാണ്. അവരുടെ സമ്മതം വന്നതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരെ സുമന്ത്രരെ വിളിക്കുകയാണ്. സുമന്ത്രരോടും ഇതേ കാര്യം തന്നെ പറഞ്ഞു. സുമന്ത്രരും പറഞ്ഞത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ മന്ത്രിമണ്ഡലത്തിലുള്ള 8 മന്ത്രിമാരുണ്ട്. ആ 8 പേരെയും വിളിച്ചിട്ട് ഇത് തന്നെ പറഞ്ഞു. അവർ 8 പേരും സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ട് ചെയ്തത് എന്താണെന്നറിയാമോ? രാജസദസ്സിലുള്ള രാജപ്രമുഖന്മാരെ ഓരോരുത്തരെ വിളിച്ചിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഒരു കൺസെൻസസിലെത്തി. എന്നിട്ട് ഇത് രാജസദസ്സിൽ മന്ത്രിമാരുണ്ട്, ഉപദേഷ്ടാക്കളുണ്ട്, രാജപ്രമുഖന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, എല്ലാവരും കൂടി ഇരിക്കുന്ന രാജസദസ്സിൽ ഇത് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ രാജസദസ്സ് ഇത് വളരെ കൈയടിച്ച് അംഗീകരിക്കും. ഒരുപാട് പ്രക്രിയ നടന്നു. കേക്ക് അത് നടപടിക്രമമാണ്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നറിയാമോ? അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യുക. വസിഷ്ഠനോട് പറയാണ്, നിയുക്ത യുവരാജാവായിട്ടുള്ള രാമനെ ഇവിടെ വരുത്താൻ പറയാണ്. വസിഷ്ഠൻ പോയിട്ട് പറഞ്ഞ് ദശരഥ മഹാരാജാവ് എൻ്റെ മുന്നിൽ അങ്ങ് മുഖം കാണിക്കണമെന്ന് അദ്ദേഹം ആജ്ഞാപിച്ചിരിക്കുന്നു. വാക്കിതാണ്. ഇത്രയേ പറഞ്ഞുള്ളൂ. അദ്ദേഹം വരുന്നു. വന്നിട്ട് പറയണത് എന്താണെന്നറിയാമോ? അയോധ്യയിലെ ചക്രവർത്തിയായ ദശരഥൻ്റെ പുത്രനായ രാമചന്ദ്രൻ അങ്ങയെ മുഖം കാണിക്കാൻ നിൽക്കുന്നു. അവിടെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, പക്ഷെ ഫോർമൽ ലാംഗ്വേജാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം രാജാവായിട്ട് അഭിഷേകം ചെയ്യാനായിട്ട് ഈ രാജസദസ്സിൻ്റെ തീരുമാനമുണ്ട്, നിങ്ങൾക്ക് സമ്മതമാണോ? സമ്മതമാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ വസിഷ്ഠൻ തരും, വസിഷ്ഠൻ പറയുന്നതനുസരിച്ച് ഇനി നിങ്ങൾ ചെയ്യണം. സ്റ്റേറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ രാജസദസ്സിൻ്റെ തീരുമാനമാണ് എന്ത്? രാമനെ രാജാവാക്കണം എന്നുള്ളത്. ദശരഥൻ്റെ തീരുമാനമല്ല. നമ്പർ 1. നമ്പർ 2, ആ തീരുമാനം അവിടെ നിലനിൽക്കുകയാണ്. ആ തീരുമാനം കഴിഞ്ഞിട്ട് ഇയാൾ വരുന്നത് ആഹ്ലാദയുക്തനായിട്ട് വരുമ്പോഴാണ് കൈകേയി പറയണ ആ തീരുമാനം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന്. അതോടുകൂടി ദശരഥൻ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ദശരഥൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. രാജസദസ്സിൻ്റെ തീരുമാനമാണ്. ആ നടപടിക്രമങ്ങളെല്ലാം ചെന്ന് പറയണം. ഇയാളെ പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റാതിരിക്കുന്നതിനൊരു കാരണം പറയണം. അതെ, ഇയാൾക്ക് പറയാനൊരു കാരണമില്ല. എന്ത് കാരണം പറയും? ഇനി അതിനകത്തുള്ള ഡിലമ എന്താണെന്നറിയാമോ? ഈ കാരണം പറയാൻ പറ്റില്ല. ഉള്ള കാരണം എന്താണ്? എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം എന്നുള്ളതാണ്. ഭാര്യ എന്താ ചെയ്തിരിക്കുന്നത്? രാജസദസ്സിൻ്റെ തീരുമാനം, രാജ്യത്തിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായ തീരുമാനമെടുക്കാൻ രാജാവിനെ പ്രേരിപ്പിക്കുകയാണ്. വധശിക്ഷയാണ്, രാജ്യദ്രോഹമാണ്. രാജ്യദ്രോഹം. എക്സാക്ട്ലി, യു സെഡ് ഇറ്റ്. രാജ്യദ്രോഹമാണ്. രാജ്യദ്രോഹത്തിന് അപ്പം തന്നെ പിടിച്ച് ജയിലിലിടണം. ഇയാൾക്ക് അത് കഴിയുന്നില്ല. രാമനോട് ഇത് പറയാനും കഴിയുന്നില്ല. രാജസദസ്സിൽ ചെല്ലണ്ടേ, അല്ലാണ്ട് രാമനെ വിളിച്ചു പറഞ്ഞാൽ പറ്റില്ലല്ലോ. രാമനെ വിളിച്ചു പറഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പം പിന്നെ എന്താ ചെയ്യാൻ? പിന്നെ ഇയാളെ കൊണ്ട് ഡിക്ലൈൻ ചെയ്യിപ്പിക്കാനേ പറ്റുള്ളൂ. രാമൻ വേണ്ടെന്ന് വെക്കണം. അതാണ് ഇവർ ചെയ്തത്. രാമനെ കൊണ്ട് വേണ്ടാന്ന് വെപ്പിക്കുകയാണ്. അതാണ് കൈകേയി ചെയ്തൊരു കാര്യം. പക്ഷെ അപ്പോഴും വേറൊരു കാര്യമുണ്ട്. ആ തീരുമാനം നിലനിൽക്കുകയാണ്. ആ തീരുമാനത്തിൽ ഇയാൾ കുരുന്ന് മറിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത കാരണം, ശരിക്കും പറഞ്ഞാൽ ദശരഥൻ്റെ മരണം എന്ന് പറഞ്ഞാൽ ഒരു ആത്മഹത്യ പോലത്തെ ഒരു മരണമാണ്. ദശരഥൻ മരിച്ചുപോയി. ഇനി അടുത്തത് ഭരതൻ വരുന്നു. ഭരതന് രാജാവാകാൻ പറ്റില്ല. കാരണം ഭരതൻ രാജാവാകണമെന്നൊരു തീരുമാനമില്ല, രാജസദസ്സിൻ്റെ ഇല്ല. അതെ, രാജാവുമില്ല. മറിച്ച് തീരുമാനമെടുക്കാൻ രാജാവുമില്ല. നിലനിൽക്കുന്ന തീരുമാനം ആരുടേതാണ്? രാമൻ രാജാവാകണമെന്നുള്ളതാണ്. ഇനി ഇപ്പോൾ ഒരു കാര്യമുണ്ട്. ഇതല്ലെങ്കിൽ രാജാവാകുന്നതിനുള്ള മാർഗങ്ങളിൽ ഒന്നെന്താണ്? ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വെട്ടിപ്പിടിച്ച് രാജാവാകാം, അല്ലെങ്കിൽ ദായക്രമം അനുസരിച്ച് നടപടിക്രമം പാലിച്ച് രാജാവാകാം.
ഇവിടെ വെട്ടിപ്പിടിച്ച് രാജാവാകാൻ പറ്റില്ല. പകരം എന്താ ചെയ്യാൻ കഴിയുക? ദായക്രമം പാലിച്ചിട്ടുള്ള രാജാവാണ്. നടപടിക്രമം പൂർത്തിയാക്കി രാജസദസ്സ് തീരുമാനിച്ചിരിക്കുന്ന രീതിയാണ്. അതാരാണ്? അത് രാമനാണ്. അപ്പോൾ അതിനെ മറികടന്നാക്കി കഴിഞ്ഞാലെന്ന് വെച്ചാൽ ഇയാളൊരു അധികാരമോഹിയും വൃത്തികെട്ടവനുമാണെന്ന് വരും. അതെ അതെ. ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അത് അയാൾക്ക് മാത്രമല്ല, അയോധ്യക്ക് മോശമാണ്, ഇക്ഷ്വാകു വംശത്തിന് മോശമാണ്. ഇക്ഷ്വാകു വംശത്തിൽ അങ്ങനെ ഒരാളില്ല. അപ്പോൾ ആ വംശത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ നേരെ പോയിട്ട് രാമനെ കാണുകയാണ്. രാമനും ഭരതനും അവരവരുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന സമയത്ത് വസിഷ്ഠനും മറ്റു സീനിയർ അഡ്വൈസേഴ്സും മന്ത്രിമാരും ചേർന്നിട്ട് ഈ തീരുമാനം മാറ്റാതെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോഴാണ് പറഞ്ഞത്, രാമൻ 14 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ രാമൻ രാജാവായിട്ടുള്ള തീരുമാനം നിലനിൽക്കും. രാമന് വേണ്ടി രാജ്യം നിങ്ങൾ ഭരിക്കണം. പ്രോക്സിയാണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇയാളൊരു ഒരു ചാർജ് രാജാവാണ്. ഇയാൾ ഒറിജിനൽ രാജാവല്ല, ചാർജ് രാജാവ്. ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് രാമ. ഹീ ഈസ് ഡിസ്ചാർജിങ് ദ ഫങ്ഷൻസ് ഓഫ് ദ കിങ്. അപ്പോൾ ഒരുമാതിരി ഉടുപ്പുള്ളവർ എന്ത് ചെയ്യില്ല? സിംഹാസനത്തിൽ കയറിയിരിക്കില്ല. ഒരു ദിവസം പ്രിൻസിപ്പലിൻ്റെ ചാർജ് കിട്ടുമ്പോൾ പ്രിൻസിപ്പലിൻ്റെ കസേരയിലിരിക്കുന്ന പുങ്കവന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ അതെ അതെ, അങ്ങനെയാണ് ഇരിക്കാറ്. അങ്ങനെ ഇരിക്കാറില്ല. ആത്മാഭിമാനമുള്ളവരും അന്തസ്സുള്ളവരും ആ കസേരയിലിരിക്കില്ല. കാരണം അയാൾ പ്രിൻസിപ്പലിൻ്റെ ചാർജിലിരിക്കുന്ന ഒരാളാണ്. ആ ചാർജ് വരുന്ന സമയത്താണ്. മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് ആരെങ്കിലും കീഴായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറിയിരിക്കുക? ഇരിക്കില്ലല്ലോ. ഇല്ല. മന്ത്രിക്ക് ചാർജ് കിട്ടുന്ന ആൾ ആ ചാർജ് കിട്ടുന്ന അയാളുടെ മന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഫയലുകൾ അവിടെ വരുത്തി തീരുമാനം എടുത്ത് വിടുമെന്ന്. അങ്ങനെയാണ്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്ന് ചെയ്യില്ല. ഇത് തന്നെയാണ് ചെയ്തത്. എന്നിട്ട് എന്താ ചെയ്തത്? അതിന് ജനങ്ങൾക്ക് വിശ്വാസം വന്നം. ആ ജനങ്ങൾക്ക് വിശ്വാസം വന്നാൽ അതിന് രാമൻ്റെ സമ്മതി ഉണ്ടെന്നറിയണം. അതിനാണ് പാതുക പട്ടാഭിഷേകം. എന്നിട്ടാണ് നന്ദിഗ്രാമിലിരുന്നുകൊണ്ട് ഒരു ടെമ്പററി ഓഫീസ് ഉണ്ടാക്കി അവിടെ ഇരുന്ന് രാജ്യം ഭരിച്ചത്. ഇതാണ് ഇതിൻ്റെ ഒരു നിയമം. അപ്പോൾ ഇന്ന് നാം കാണുന്ന നിയമ സംവിധാനം മുഴുവനും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതണം എന്ന് കരുതിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കണം എന്നുകൂടി കരുതിയിട്ടുള്ളൊരു സാധനമാണ് ഏത്? രാമായണം. അല്ല, ശരിക്കും സാറ് പറഞ്ഞ അന്നത്തെ അതേ പ്രൊസീജിയറാണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരു സെക്രട്ടറിയെ നിശ്ചയിക്കുന്നത് പോളിറ്റ് ബ്യൂറോയിലേക്ക് ഇലക്ഷൻ നടക്കും, സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ഇലക്ഷൻ നടക്കും, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് സാധാരണഗതിയിൽ ഇലക്ഷൻ നടക്കാറില്ല, ചിലപ്പോൾ നടക്കാറുണ്ട്. പക്ഷേ സ്റ്റേറ്റ് സെക്രട്ടറിയെ തീരുമാനിക്കുമ്പോൾ കൺസെൻസസ് ആണ്. അതെ. ഏത് പാർട്ടിയുടെയും നാഷണൽ പ്രസിഡന്റിനെയും സ്റ്റേറ്റ് പ്രസിഡന്റിനെയും തീരുമാനിക്കുന്നത് കൺസെൻസസ് ആണ്. കോൺഗ്രസ്സിലാണെങ്കിൽ കൺസെൻസസിന് ക്ഷാമവുമില്ല. പക്ഷെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് നിങ്ങൾക്ക് മത്സരിക്കാം, ഒരു കുഴപ്പമില്ല. നാഷണൽ കൗൺസിലിലേക്ക് നിങ്ങൾക്ക് മത്സരിക്കാം, BJPയുടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ നാഷണൽ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് കൺസെൻസസിലാണ്. പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത് വോട്ടെടുപ്പിലൂടെ അല്ല, കൺസെൻസസിലാണ്. അപ്പോൾ ഈ കൺസെൻസസിലൂടെ വലിയ പദവികളിലേക്ക് ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു നിയമ സംവിധാനം, എന്നൊരു നിയമ സംവിധാനമാണ്. അത് നിലവിൽ വരുന്നത് രാമായണത്തിലൂടെയാണ്. അതൊക്കെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ രാമായണം വായിക്കും. അതല്ലാതെ രാമനും സീതയും എന്ത് ചെയ്തു എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് രാമായണം വായിക്കാതിരിക്കാം. അവരിപ്പോൾ രാമായണം വായിച്ചില്ല എന്ന് കേട്ട് അവരാരും ജയിലിലിടില്ലല്ലോ. ആരും ജയിലിൽ. അസുഖത്ത് ഖുറാൻ പഠിക്കുകയും വായിക്കുകയും ചെയ്തില്ലെങ്കിൽ ജയിലിൽ പോകും. ഇസ്ലാമിസ്റ്റുകളുടെ അടുത്ത് നിന്ന് ചില്ലറ വാങ്ങിച്ചിട്ടാണ് ഈ പല ദളിത് ആക്ടിവിസ്റ്റുകളും ഇടത് ബുദ്ധിജീവികളും പല സാംസ്കാരിക ശിങ്കങ്ങളും അതുപോലെയുള്ളവരുമൊക്കെ ഈ രാമായണത്തിനെതിരെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ചില്ലറ മേടിക്കുന്നുണ്ട്. ആ ചില്ലറ മേടിച്ചിട്ടാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാരണ ഈ രാമായണം ഉള്ളത് കൊണ്ടാണ് ആളുകൾ ഹിന്ദുക്കളായിട്ട് നിലനിൽക്കുന്നതെന്നാണ്. ഹിന്ദുക്കളായിട്ട് നിലനിൽക്കുന്ന രാമായണം ഉള്ളത് കൊണ്ട് മാത്രമല്ല, രാമായണവും അതിനൊരു കാരണമാണ് എന്ന് മാത്രം അറിവിരിക്കുക. അപ്പോൾ രാമായണത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ നശിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇവർ കരുതുന്നത്. അത് നടക്കില്ല.
കാരണം അത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്നൊരു പത്രവാർത്ത വന്നേക്കുന്നത് ഹിമാലയത്തിന് 50 ദശലക്ഷം വർഷത്തെ പഴക്കം കൂടുതലുണ്ട്. പഴക്കം കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ നമ്മൾ നിശ്ചയിച്ചതിനേക്കാളും 10 നമ്മൾ അത് 50 കൂടുതലുണ്ടെന്നാണ് ഇന്നൊരു വാർത്ത വന്നേക്കണം. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? അതാണ് ഹിമാലയം എന്ന് പറയുമ്പോൾ, ഹൈമവത ഭൂമി എന്ന് പറയുമ്പോൾ, അതാണ് ഹിമാലയത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വരുമ്പോഴെല്ലാം ഒരു മഹാമേരു നമ്മുടെ മുന്നിൽ നിൽക്കുന്നതായിട്ടും അചഞ്ചലമായിരിക്കുന്ന ഒരു മഹാസത്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നതായിട്ടും നമ്മൾ ഉദാഹരണമായി പറയുന്നതാണ്. അതുകൊണ്ടാണ് ഉപനിഷത്തുകൾ ആത്മാവിൻ്റെ ഹിമാലയം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കാരണം. അതൊരു അലങ്കാര പ്രയോഗമാണ്. ആ അലങ്കാര പ്രയോഗം ഉപനിഷത്തുകൾക്ക് ആത്മാവിൻ്റെ ഹിമാലയം എന്ന് കൊടുക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഞാൻ ഇനി രാമായണത്തിലേക്ക് തന്നെ വരാം. രാമായണത്തിൽ ഇത്തരത്തിൽപ്പെട്ട ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ നിയമങ്ങളുടെയും അടിത്തറയുണ്ട്. ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണൊരു മൃതശരീരത്തിൻ്റെ അധികാരം? ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അവകാശത്തെക്കുറിച്ച് പറയും. എന്താണൊരു മൃതശരീരത്തിൻ്റെ അധികാരം? ഒരു കുറ്റകൃത്യം നടക്കുന്നുണ്ടെങ്കിൽ അത് തടയാനുള്ള അവകാശം ആർക്കാണുള്ളത്? ഈ ചോദ്യങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ ഭരണഘടന? അതൊക്കെ നമ്മുടെ ഭരണഘടനയിലെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മൗലികാവകാശങ്ങളൊക്കെ പറയുന്നിടത്ത് രാമായണത്തിലെ ചിത്രങ്ങളാണ് പറിച്ചു ചേർത്തിരിക്കുന്നത്. അതില്ലാതെ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതെ, അല്ലാതെ ഒരിക്കൽ പോലും അനുഭവിക്കാൻ കഴിയാത്തൊരു ദൈവത്തെക്കുറിച്ചല്ല പറയുന്നത്. ആദ്യത്തെ ഭരണഘടനാ കോപ്പിയിൽ മൗലികാവകാശങ്ങൾ പറയുമ്പോൾ രാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്ന ചിത്രമാണ് ചേർത്തിട്ടുണ്ട്. രാമരാജ്യം വരുന്നതിൻ്റെ ചിത്രമാണ്. അതെ. എന്തായാലും മഹാത്മാഗാന്ധി മതതീവ്രവാദിയാണെന്ന് ഇസ്ലാമിസ്റ്റുകൾ പോലും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അത് ശരിയല്ല കേട്ടോ. മഹാത്മാഗാന്ധിക്കെതിരെ ഉന്നയിക്കപ്പെട്ട മുസ്ലിം ലീഗുകാർ ഉന്നയിച്ച ആരോപണങ്ങളിലൊന്ന് മഹാത്മാഗാന്ധി പ്രച്ഛന്ന ഹിന്ദുവാണെന്നാണ്. അദ്ദേഹം ലോകത്തെ മുഴുവൻ ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് വലിയ അപകടമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ പറയും. അപ്പോൾ ഈ രാമായണത്തിൻ്റെ ഈ സംസ്കാരം അത് ഇന്ത്യയുടെ സംസ്കാരമല്ല, ലോകത്തിൻ്റെ സംസ്കാരമാണത്. നിങ്ങൾ ലോകത്ത് ക്രമം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, റൂൾ ഓഫ് ലോ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, ആ റൂൾ ഓഫ് ലോക്ക് അതിരല്ല, നിയമവാഴ്ചക്ക് അതീതനായിട്ട് രാജാവും നിൽക്കുന്നില്ല എന്നുകൂടിയാണ് ഞാൻ ഈ പറഞ്ഞ നിയമം കാണിക്കുന്നത്. കാരണം രാജാവിന് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഒരു രാജാവ് മാറി വേറൊരു രാജാവിനെ കൊണ്ടുവരുന്നത് നീ പോയിട്ട് രാജാവാകെന്ന് പറയല്ല. ആ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സുതാര്യമായി സർവസമ്മതമായിട്ടാണ് വരുന്നത്. എന്നിട്ട് ദശരഥൻ്റെ ഒരു ചോദ്യമുണ്ട്, ക്രൂഷ്യലായിട്ടുള്ളൊരു ചോദ്യം. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നേക്കാൾ രാമൻ വലിയ രാജാവായിരിക്കും എന്ന് കരുതാൻ കാരണമെന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവും പറയിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ വെറുതെ കൈയടിക്കല്ല. എന്താണ് ക്വാളിറ്റി, എന്തുകൊണ്ട് നിങ്ങളിത് പറയുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവും കൂടി പറയണം. ഇതൊക്കെ രാമായണത്തിൻ്റെ ഭാഗമാണ്. ആ രാമായണത്തിൻ്റെ സംസ്കാരമാണ് ഇവിടെ സാധാരണ മനുഷ്യർക്കുള്ളത്. സാധാരണ മനുഷ്യർ അതാണ് എടുത്തിട്ടിരിക്കുന്നത്. ബുദ്ധിജീവികൾ എടുക്കണമെന്നില്ല. പിന്നെ ഒരു കാര്യവും കൂടിയുണ്ട്. നല്ല കവിതയുടെ ലക്ഷണം, നല്ല കലാസൃഷ്ടിയുടെ ലക്ഷണം, അതും രാമായണത്തിൽ നിന്ന് തന്നെ എടുക്കണം. എന്താണെന്ന് വെച്ചാൽ രാമായണം ആദ്യമായിട്ട് പാടി കേട്ട് കഴിഞ്ഞപ്പോൾ ആ സദസ്സിലിരുന്ന എല്ലാവരുടെയും കണ്ണ് നനഞ്ഞു എന്നാണ് പറയണത്. കണ്ണ് നനയിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ആർദ്രത ഉണ്ടാക്കാൻ ഒരു കലാസൃഷ്ടിക്ക് കഴിയണം. അതാണ് കാവ്യം, അതാണ് കലാസൃഷ്ടി. അത് സിനിമയായാലും കൊള്ളാം, നാടകമായാലും കൊള്ളാം. ഇപ്പോൾ ഒന്നും വേണ്ട, കഥ പറയുമ്പോഴെന്ന സിനിമയുടെ ക്ലൈമാക്സ്. എനിക്കും പണ്ടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവനെനിക്ക് ഇന്നതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ വളരണം എന്നാണ് ആഗ്രഹിച്ചത്. ഞാൻ പോകുന്ന എല്ലാ ആൾക്കൂട്ടങ്ങളിലും അവൻ്റെ മുഖം ഞാൻ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ചോദ്യമുണ്ട്. എനിക്ക് നിന്നെ കാണാൻ പ്രയാസമുണ്ടായിരുന്നു,
എടാ നിനക്ക് എന്നെ കാണാൻ പ്രയാസം ഉണ്ടായിരുന്നില്ലല്ലോ. അത് കേൾക്കുന്ന സമയത്ത് ആ പ്രസംഗം കേട്ടിട്ടുള്ള ആ ക്ലൈമാക്സ് കാണുന്ന എല്ലാവരുടെയും കണ്ണ് തന്നെ. അതാണ് ഒരു സിനിമയായാലും എന്തായാലും. അല്ലാതെ ഈ മഹത്തായ ചിന്തകൾ കമാൻ സീ ദ ബ്ലഡ് ഇൻ ദ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ ആക്രോശമാണ്. ഞാൻ പറയുന്നത് മറ്റേ ബ്രദോൾഡ് ബ്രസ്റ്റിൻ്റെ കവിതയാണ്. ഈ തെരുവിലെ രക്തം കാണാം, കമാൻ സീ ദ ബ്ലഡ് ഇൻ ദ സ്ട്രീറ്റ്. ഇത് പിന്നെ ഈ പാതകങ്ങൾ മഴ പോലെ പെയ്തിറങ്ങിയപ്പോൾ അത് നിർത്തൂ എന്ന് ആരും ആജ്ഞാപിച്ചില്ല. അതൊക്കെ കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ രോഷം ഉയരും എന്നല്ലാതെ കണ്ണ് നിറയില്ല. ആ സമയത്ത് അമ്മ വായിച്ചു കഴിയുമ്പോൾ മാക്സിം ഗോർക്കിയുടെ പല സന്ദർഭങ്ങളിലും നിങ്ങളുടെ കണ്ണ് നിറയും. ഡോസ്റ്റോവസ്കിയെ വായിക്കുമ്പോൾ നമുക്ക് പല സന്ദർഭങ്ങളിലും പൊട്ടിക്കരയേണ്ടി വരും. ടോൾസ്റ്റോയിയെ വായിക്കുമ്പോൾ നമ്മൾ അലമുറയിട്ട് കരഞ്ഞു പോകും. വിക്ടർ ഹ്യൂഗോയെ വായിക്കുമ്പോൾ നമ്മൾ വിങ്ങിക്കരയും. കരച്ചിലുണ്ട്, അത് നമ്മൾ അറിയാതെ തന്നെ വന്നു പോകുന്നതാണ്. അതൊക്കെയാണ് കലാസൃഷ്ടികൾ. രാമായണം വായിച്ചു പോകുമ്പോൾ എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും കരയും രാമായണം വായിച്ചു പോകുമ്പോൾ. എൻ്റെ കുഴപ്പം കൊണ്ടാണ്, സമ്മതിച്ചു. പക്ഷേ എനിക്കങ്ങനെയാണ്. ഇന്ന് കുമാരനാശാൻ്റെ വായിക്കുമ്പോൾ പോലും കനിവാർന്ന് അനുജാപൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളി വാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പോൾ ഈ മനമോടാത്ത കുമാർഗമില്ലടോ. അവിടെ ഈ കനിവാർന്ന അനുജാപൊറുക്ക എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. അനുജ എന്നുള്ള വിളി വന്ന് ചങ്കി തറക്കും. ഞാൻ നിനയാതോതിയ കൊള്ളി വാക്കുകൾ. അതെ. പരദുർജയൻ ഇന്ദ്രജിത്തുമായി പൊരുതും നിൻ കഥ കേട്ടുവെമ്പലിൽ. പിന്നെ ഒരു പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. നിൻ പെരുതാമാഴ അറിഞ്ഞതന്നിവൾ എന്ന് പറയുന്നുണ്ട്. നിൻ്റെ എനിക്കുള്ള സ്നേഹത്തിൻ്റെ ആഴം ഞാൻ ആ സന്ദർഭത്തിലാണ് മനസ്സിലാക്കിയത്. അവിടെയൊക്കെ വരുമ്പോൾ മനുഷ്യർ കരയും. കുമാരനാശാൻ എഴുതുമ്പോഴും കരയും, എഴുത്തച്ഛൻ എഴുതുമ്പോഴും കരയും, വാൽമീകി എഴുതുമ്പോഴും കരയും. അങ്ങനെ മനുഷ്യ വംശത്തിൻ്റെ തലമുറകളായി അവരെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ മനസ്സ് ആർദ്രമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാവ്യത്തെ, ദളിതനായ വാൽമീകി എഴുതിയൊരു കാവ്യത്തെ ദളിതൻ വായിക്കരുത് എന്ന് ആജ്ഞാപിക്കുന്നത് അതിര് കടന്നതാണ്. എന്ത് വായിക്കണം എന്ത് വായിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ഈ ഖുറാനിസ്റ്റുകൾ നാട്ടുകാർക്ക് കൊടുക്കണം എന്നാണ് ദളിതിസ്റ്റുകളോടും ഖുറാനിസ്റ്റുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഏക കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.